ഇസ്രായേലിലെ ഹരേതി ജൂതന്മാർ നിർബന്ധിത സൈനിക സേവനം നടത്തണമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ഗവൺമെന്റ് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രഖ്യാപനം നടന്നത് എന്നുള്ളതും ഈ ഹരേതി ജൂത വിഭാഗത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് കോടതിയെ സർക്കാർ സമീപിച്ചത് എന്നതിനാൽ തങ്ങൾ ഒരിക്കലും സൈനിക സേവനം നടത്തുകയില്ല എന്ന് ഇസ്രായേലിലെ ഹരേതി ജൂത വിഭാഗം പറയുകയും സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ സൈനിക സേവനം നടത്താൻ വേണ്ടി ആദ്യമായിട്ടാണ് ഈ ഹരേതി ജൂത വിഭാഗത്തെ അല്ലെ ജൂത വംശത്തെ സർക്കാർ ഔദ്യോഗികപരമായ രീതിയിൽ തന്നെ അറിയിച്ചിരിക്കുന്നത്. അതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കണ്ടത്. 13% ജനസംഖ്യയിലെ ഇസ്രായേലി ജനസംഖ്യയിലെ 13% ഹരേതി ജൂതന്മാർ. എന്തുകൊണ്ടാണ് ഹരേതി ജൂതന്മാർ സൈനിക സേവനം നടത്താത്തത്? അത് ഏത് വിഭാഗമാണ് എന്ന വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത്. മതവിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന, പ്രബോധനം ചെയ്യുന്ന, സേവനം ചെയ്യുന്ന വിഭാഗമാണ് ഹരേതി ജൂതന്മാർ. അവര് ജൂതഗ്രന്ഥമായ തോറ പഠിച്ചുകൊണ്ട് അത് പ്രബോധനം നടത്തുകയും മതപ്രബോധകരെ സൃഷ്ടിക്കുകയും ജനങ്ങൾക്കിടയിൽ സേവനം ചെയ്യുകയും ചെയ്യുന്ന വിഭാഗമാണ്. അവർ പറയുന്ന അല്ലെങ്കിൽ അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് സൈനിക മേഖല എന്ന് പറയുന്നത് ഏറ്റവും തെറ്റായിരിക്കുന്ന പല പ്രവൃത്തികളും അവിടെ നടക്കും എന്നതും, യുദ്ധമുഖത്ത് നീതി ഉണ്ടാവില്ല എന്നതും, അവിടെ രാജ്യത്തിനും മതഗ്രന്ഥത്തിനും മതവ്യവസ്ഥക്കും യോജിക്കാത്ത പല പ്രവർത്തനങ്ങളും യുദ്ധമുഖത്ത് ദൃശ്യമാകും എന്നതിനാൽ സൈനിക സേവനം നടത്തുന്നത് എതിരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് തോറ പഠിച്ചുകൊണ്ട് മതപ്രബോധനം നടത്തുന്ന ഹരേതി ജൂത വിഭാഗം. അങ്ങനെ അവരൊരു മതപ്രബോധനത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം പ്രചാരണം നടത്തുന്ന വിഭാഗത്തെ എന്തിനു വേണ്ടിയാണ് സൈനിക സേവനം നടത്തുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. അപ്പോൾ ഇവരെ ഇസ്രായേൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏത് വിഭാഗമാണ് എന്നുള്ളതും അവർ മതഗ്രന്ഥം പഠിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വിഭാഗമായതുകൊണ്ട് സേവനം ചെയ്യാൻ പാടില്ല എന്നൊന്നും നിയമമില്ല എന്നാണ് സർക്കാർ പറയുന്നത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു പുറത്താക്കിയ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയാണ് ഈ ഒരു നിർദ്ദേശം ആദ്യഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വെച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യം, നിലവിൽ രാജ്യത്തൊരു നിയമം നിലനിൽക്കുന്നു. 32 മാസം വരെ പുരുഷന്മാരും 24 മാസം വരെ സ്ത്രീകളും നിർബന്ധമായി സൈനിക സേവനം നടത്തണം എന്നുള്ളത് രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ ഭാഗമാണ്. അതിൽ നിന്ന് ആരും ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറ്റില്ല. എന്നാൽ അതിൽ നിന്ന് തോറ വിഭാഗത്തെയും മുസ്ലിം വിഭാഗത്തെയും ഒഴിവാക്കിയിട്ടുണ്ട് എന്ന ഒരു നിയമവും അവിടെ നിലനിൽക്കുന്നു. സാധാരണഗതിയിൽ ഏകദേശം 18% എന്ന് പറയുന്നു. ചില റിപ്പോർട്ടിന്റെ അകത്ത് 20% ഉണ്ട് എന്ന് പറയുന്നു. ഇസ്രായേൽ ജനസംഖ്യയിൽ മുസ്ലിം പ്രാതിനിധ്യമാണ് ഈ പറയുന്നത്. 16 മുതൽ 20%. അതിനിടയിൽ ഈ ശതമാനത്തിന്റെ കണക്കുകളൊക്കെ 1-2% മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. അതായത് ഇസ്രായേലിലെ ഗവൺമെന്റ് മുസ്ലിം വിഭാഗത്തെ സൈനികരായിട്ട് അവിടെ എടുക്കാറില്ല. അതോടൊപ്പം തന്നെ ഈ പറയപ്പെട്ട ഹരേതി ജൂത വിഭാഗത്തെയും എടുക്കാറില്ല. മുസ്ലിം വിഭാഗത്തെ എടുക്കാതിരിക്കുന്നതിന്റെ കാര്യം പറയുന്നത് അറബ് രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാനാണ് സാധാരണഗതിയിൽ ഇസ്രായേൽ സൈന്യങ്ങൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ജാതീയപരമായ രീതിയിലുള്ള എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുമോ, അതല്ലെങ്കിൽ സർക്കാർ ഉദ്ദേശിക്കുന്ന തരത്തിൽ യുദ്ധം ചെയ്യാതിരിക്കുമോ എന്നൊരു ഭയപ്പാടിലായിരിക്കാം. അതല്ലെങ്കിൽ അവിടെ ഈ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനെ രാജ്യത്തിനുള്ള എല്ലാ സേവനത്തിനും അവരെ അർഹരാക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം. അത് ഏതാണെങ്കിലും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ളതാണ്, കൃത്യമായിട്ടില്ല. പക്ഷേ ഈ വിഷയങ്ങൾ ഇവിടെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഈ 2 വിഭാഗങ്ങൾ അവിടെ സൈനിക സേവനം നടത്തുന്നില്ല എന്നുള്ളത്. അപ്പോൾ 7000 പേരെ ലിസ്റ്റാണ് ആദ്യം തന്നെ സർക്കാർ പുറത്തുവിട്ടത്. ഹരേതി വിഭാഗത്തിലെ 7000 പേര്. അതിൽ 1000 പേർക്ക് അടിയന്തരമായ രീതിയിൽ സൈനിക സേവനത്തിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ നൽകി. അപ്പോൾ അവർ പറയുന്ന കാര്യം,
ഇത്തരമൊരു നയ നിലപാടിലൂടെ സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ തങ്ങൾ എന്ന് പറഞ്ഞാൽ ഹരതി ജൂത വിഭാഗം അല്ലെ ജൂതവംശം കൂട്ടത്തോടെ രാജ്യം വിട്ടു പോകുമെന്ന് പുരോഹിതൻ തന്നെ അവിടെ ഈ വിഭാഗത്തെ നയിക്കുന്ന വളരെ പ്രശസ്തനായിരിക്കുന്ന പുരോഹിതൻ തന്നെ അഭിപ്രായപ്പെടുകയും ചെയ്തു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ബദലായിരിക്കുന്ന സംവിധാനം ചെയ്യുന്നത് അവരുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കാനും ധനസഹായങ്ങൾ റദ്ദാക്കുകയും ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ അവരുടെ നിലപാടുകൾ കഠിനമാണ് എന്നുള്ളതാണ്. അപ്പോൾ പാസ്പോർട്ട് റദ്ദാക്കുക അതല്ലെങ്കിൽ പാസ്പോർട്ട് പിടിച്ചു വെക്കുക ചെയ്താൽ മറ്റുള്ള രാജ്യത്തേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. പിന്നെ രണ്ടാമത്തെ പറയുന്നത് ധനസഹായങ്ങൾ റദ്ദാക്കുക. സർക്കാർ തലത്തിൽ നിന്ന് ലഭ്യമാകുന്ന സഹായങ്ങൾ, അത് ഒരുപാട് സഹായങ്ങൾ തീർച്ചയായിട്ടും സർക്കാർ തലത്തിൽ നിന്നുണ്ടാവും. അത് വിദ്യാഭ്യാസപരമായി, തൊഴിൽ സംബന്ധമായ രീതിയിൽ, ആരോഗ്യ സംബന്ധമായി, യാത്ര സംബന്ധമായി ഒരുപാട് സഹായങ്ങൾ സർക്കാർ, എല്ലാ രാജ്യത്തിലെ സർക്കാരും അവിടുത്തെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കും. അത് എന്ത് ചെയ്യുക? റദ്ദാക്കുക. അപ്പോൾ വലിയ സഹായങ്ങൾ, സർക്കാരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാതെക്കുന്ന സമയത്ത് രാജ്യത്തിന്റെ പുറത്ത് പോകാനും പറ്റില്ല, ആ രാജ്യത്ത് ജീവിക്കാനും പ്രയാസപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാവും. ഈ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ വിഭാഗങ്ങൾ, ഈ പറയപ്പെട്ട ഹരേതി വിഭാഗം വലിയ രീതിയിലുള്ള സമരങ്ങൾ ആ രാജ്യത്ത് ആരംഭിച്ചിരിക്കുന്നു. റോഡ് ഉപരോധിക്കുക, ഹർത്താൽ നടത്തുക, സർക്കാർ സ്ഥാപനത്തിന്റെ മുമ്പിൽ പ്രതിഷേധിക്കുക, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് പ്രതിഷേധ സമര പരമ്പര തന്നെ ആ രാജ്യത്തിന്റെ അകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പറയുന്ന കാര്യം, രണ്ട് വിഭാഗമായി ജൂത വിഭാഗം ഇപ്പം മാറിയിരിക്കുന്നു. മതപ്രബോധനം ചെയ്യുന്ന, അവർ മതപണ്ഡിതരെന്നും മതപണ്ഡിതരാവാൻ വേണ്ടി പഠിക്കുന്ന വിഭാഗം എന്നുമാണ് ഈ ഹരേതി ജൂത വിഭാഗത്തെ പറയുന്നത്. അത് തോറ പഠിച്ചുകൊണ്ട്, അവരുടെ വേദഗ്രന്ഥമായിരിക്കുന്ന തോറ പഠിച്ചുകൊണ്ട് പ്രബോധനം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക, അല്ലെങ്കിൽ അത്തരം ഒരു വിഭാഗത്തെ പഠിപ്പിച്ച് പുറത്തിറക്കുക എന്നുള്ള ഒരു പണ്ഡിത വിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ള ഹരേതി വിഭാഗം സൈനിക സേവനം നടത്തുന്നത് എന്തിന് എന്നവർ ചോദിക്കുന്നു. അത് മാത്രമല്ല, അത് ഇപ്പോൾ ഉള്ള ഇസ്രായേൽ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർ ലെബനാനിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി സൈനികരുടെ കുറവ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗസയുടെ പല ഭാഗങ്ങളിൽ നിന്നും സൈനികരെ ഘട്ടം ഘട്ടമായിട്ട് പിൻവലിക്കുന്ന ഒരു സ്ഥിതിയും അവരിപ്പോൾ ചെയ്യുന്നു. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ സൈനികരുടെ കുറവ് വല്ലാതെ ഇസ്രായേലിനെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പല സൈനികരും കൊല്ലപ്പെടുന്ന സമയത്ത് അവരുടെ പ്രായത്തെക്കുറിച്ച് പരിശോധിച്ചാൽ അറിയാൻ വേണ്ടി പറ്റും. 18, 19, 20, 21 വയസ്സുള്ള ആളുകൾക്കാണ്. 21 വയസ്സുള്ള പല സൈനിക മേധാവികളും വലിയ കമാൻഡർ പോസ്റ്റിലേക്കൊക്കെ വന്നത് ഈ യുദ്ധമുഖത്ത് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. വയസ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാം, അവിടെ എഴുതി കാണിക്കുന്നത് 21 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ്, ആ രീതിയിലാണ്. അങ്ങനെ അവരുടെ ചെറിയ പ്രായത്തിൽ, അതായത് 20 വയസ്സ് 19 വയസ്സ് എന്നൊക്കെ പറഞ്ഞ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികളുടെ പ്രായമാണ്. ഈ പ്രായത്തിലൊക്കെ നിർബന്ധിത സൈനിക സേവനത്തിന് വിധേയമായിക്കൊണ്ട് ലെബനാനിലേക്കും പാലസ്തീനിലേക്കും പോകുന്ന വിഭാഗങ്ങളുടെ എണ്ണൽ സംഖ്യ കൂടി വരികയാണ്. ഇതൊന്നും ഉചിതമായിരിക്കുന്ന കാര്യമല്ല. ഈ ഹരേതി വിഭാഗം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, കൃത്യമായ രീതിയിലുള്ള ആയുധ പരിശീലനം നടത്തിയ, അതിനുള്ള പക്വതയും പ്രായമുള്ള ആളുകളെ മാത്രമേ യുദ്ധമുഖത്തേക്ക് അയക്കാൻ വേണ്ടി പാടുള്ളൂ. അങ്ങനെ മാത്രമേ ശത്രുപക്ഷത്തിനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കൂ. അല്ലാതെ മതഗ്രന്ഥം പഠിക്കുന്ന, മതനിയമ വ്യവസ്ഥ പഠിക്കുന്ന, അത് പ്രബോധനം ചെയ്യുന്ന ഈ മതവിദ്യാർത്ഥികളെ സൈനിക മേഖലയിലേക്ക് അയക്കണം എന്ന് പറയുന്നതും, അവിടെ നിർബന്ധമായിരിക്കുന്ന സേവനം ചെയ്യണം എന്ന് പറയുന്നതും വേദഗ്രന്ഥ നിയമത്തിന് എതിരാണ്. ഓരോരോ വ്യക്തികളും വിശ്വസിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിന്, അല്ലെങ്കിൽ അവർക്ക് പൗരന്മാർക്ക് വീതിച്ചു നൽകപ്പെട്ട സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് എന്നൊക്കെയാണ് ഇവിടെ ഈ പുരോഹിതന്മാർ കൂട്ടത്തോടു കൂടി തന്നെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ എവിടെ ലക്ഷ്യത്തിൽ എത്തിക്കും എന്ന കാര്യത്തിൽ അവർക്ക് തന്നെ വലിയ പ്രയാസമാണ്. അപ്പൊ ഇത്രയും വലിയൊരു ജനാവലിയെ വിജയിക്കുന്ന മേഖലയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രയാസം അനുഭവിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത്, ഇസ്രായേലിൽ വലിയ ദാരിദ്ര്യം, സൈനിക ദാരിദ്ര്യം അനുഭവപ്പെടുന്നു. യുദ്ധമുഖത്ത് സജീവമായി മുന്നേറാൻ വേണ്ടി ആളുകളെ കിട്ടാതെ വരുന്നു. ഏത് തരത്തിൽ യുദ്ധം ചെയ്യണം എന്നവർക്ക് മനസ്സിലാകാതെ വരുന്നു. യുദ്ധത്തിന് കൃത്യമായ രീതിയിൽ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ സർക്കാർ പരാജയപ്പെടുന്നു. എന്ന് വെച്ചാൽ സർക്കാർ തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ്. ഒരു യുദ്ധമുഖത്ത് ബങ്കറിൽ ഒളിച്ചു നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ്. അപ്പൊ അവരുടെ സുരക്ഷിതത്വം പോലും
കൃത്യമായ രീതിയിൽ പരിരക്ഷിക്കാൻ സാധിക്കാത്ത വിധം ഇസ്രായേലിലെ സർക്കാർ പ്രതിനിധികൾ തന്നെ ഭൂമിക്കടിയിൽ തുരങ്കമുണ്ടാക്കി കഴിയേണ്ട ഒരവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എത്തിയിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ചാണ് ഹരേതി വിഭാഗം വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്രായേൽ ഗവൺമെന്റിനെ വല്ലാത്ത രീതിയിൽ പ്രയാസത്തിലാക്കുന്ന കാര്യം കൂടിയാണ് എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.